നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ തവണ റാഷിൽ അൽക്ക മാമിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടു. മാമിനെപ്പോലൊരു നേതാവിന്റെ പിന്തുണ ലഭിച്ചാൽ ആർക്കും വിജയിക്കാൻ കഴിയുമെന്ന്. ഇന്ന് റാഷീലിന്റെ പൂർണ്ണമായ മാറ്റത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കും. ഇന്ന് നിങ്ങൾ കേൾക്കും അൽക്ക മാമിനൊപ്പം ജിമ്മിൽ ചേരുകയും ഹെയർ കട്ട് ചെയ്യുകയും ചെയ്ത ശേഷം റാഷീൽ എങ്ങനെ ഒരു 16-കാരിയെപ്പോലെ തിളങ്ങാൻ തുടങ്ങിയെന്ന്. സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൾ മാറിപ്പോയിരിക്കുന്നു. മാം തന്റെ പിതാവിന് റാഷീലിനെ പരിചയപ്പെടുത്തി. എന്നാൽ അവളുടെ ഭൂതകാലത്തിലെ കൈപ്പേറിയ സത്യങ്ങൾ മറച്ചുവെച്ചു. റാഷീലിന്റെ ഭൂതകാലം അറിഞ്ഞാൽ തന്റെ പേരമകൻ പരാഗുമായുള്ള വിവാഹത്തിന് പിതാവ് സമ്മതിക്കില്ലെന്ന ഭയമായിരുന്നു ഇതിനു കാരണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, റാഷീലിന്റെ ജീവിതം ക്രമീകരിച്ച ശേഷം അൽക്ക മാം രഹസ്യമായി ജലന്ധറിൽ പോയി റാഷീലിന്റെ മാതാപിതാക്കളെ ഹർബിന്ദർ കണ്ടു. ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് മാം അവരുടെ മകൾ അനുഭവിച്ച യാതനകൾ വിവരിച്ചു. അതുകേട്ട് ആ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. എന്നാൽ അൽക്ക മാം എന്തിനാണ് അവരിൽ നിന്നൊരു വാക്ക് വാങ്ങിയത്? ഇപ്പോൾ റാഷീലിനെ ബന്ധപ്പെടരുതെന്ന് എന്തുകൊണ്ടാണ് ആവശ്യപ്പെട്ടത്? അൽക്ക മാമിന്റെ അടുത്ത പ്ലാൻ എന്താണ്? വേദനയും വാഗ്ദാനങ്ങളും മാതാപിതാക്കളുടെ കണ്ണീരും. പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 21 മാറ്റം, രഹസ്യ കൂടിക്കാഴ്ച, ജലന്ധറിലെ വാഗ്ദാനം. റാഷീൽ, നീ ഏത് വികാരത്തിലാണ് എങ്ങനെ ഒഴുകിപ്പോകുന്നത്? അൽക്ക സ്നേഹത്തോടെ ചോദിച്ചു. റാഷീൽ തന്റെ വികാരങ്ങൾ വളരെ നിഷ്കളങ്കമായി പ്രകടിപ്പിച്ചു. മാം, നിങ്ങളെപ്പോലെയുള്ള ഒരു വിജയകരമായ നേതാവിന്റെ പിന്തുണയും പ്രോത്സാഹനവും ആർക്ക് ലഭിച്ചാലും അവർക്ക് തീർച്ചയായും ഏത് ജോലിയിലും പ്രാവീണ്യം നേടാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അന്നു മുതൽ റാഷീലിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം തുടങ്ങി. 2 മാസത്തിനുള്ളിൽ മാം അവൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തു നൽകി. ജിമ്മിൽ ചേരാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. കഠിനമായി വ്യായാമം ചെയ്ത് 3 മാസത്തിനുള്ളിൽ റാഷീൽ 6 കിലോ ഭാരം കുറച്ചു. പിന്നെ ഒരു ദിവസം മാമിനൊപ്പം ഒരു വലിയ ബ്യൂട്ടി പാർലറിൽ പോയി അവളും ഹെയർ കട്ട് ചെയ്തു. സിഖ് യുവതികൾക്ക് മുടി മുറിക്കുന്നത് അത്ര നല്ലതായി കരുതപ്പെടുന്നില്ലെങ്കിലും അൽക്ക മാമിനോടുള്ള ബഹുമാനം കാരണം അവരെ അനുകരിക്കാൻ അവൾ ആഗ്രഹിച്ചു. അവളുടെ പുതിയ ലുക്ക് കണ്ടാൽ ഒരു കോളേജ് പെൺകുട്ടിയെപ്പോലുണ്ട്. ഒരു കാലത്ത് പ്രായത്തേക്കാൾ 10 വയസ്സ് കൂടുതൽ തോന്നിച്ചിരുന്ന റാഷീൽ ഇപ്പോൾ തന്റെ നഷ്ടപ്പെട്ട പ്രഭ തിരിച്ചു പിടിച്ചിരിക്കുന്നു. പക്ഷേ റാഷീൽ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് 2.5 വർഷത്തിലേറെയായി. ഈ ഇടക്കാലത്ത് അവൾ എവിടെയായിരുന്നു? അവൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാനോ വീട്ടിലേക്ക് വരാനോ അവൾ എന്തിനാണ് മടിച്ചത്? ഹർബിന്ദർ ആശങ്കയോടെ ചോദിച്ചു. റാഷീലിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ പറയുന്നതിനു മുമ്പ് എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു വാക്ക് വേണം. എല്ലാം അറിഞ്ഞ ശേഷം നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്നതുവരെ അവളെ കാണാനോ വിളിക്കാനോ ശ്രമിക്കരുത്, മാം നിർബന്ധിച്ചു. തീർച്ചയായും, എല്ലാം അറിഞ്ഞ ശേഷവും നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു, ഹർഭജൻ വാഗ്ദാനം ചെയ്തു. അൽക്ക മാം പിന്നീട് റാഷീൽ അനുഭവിച്ച ക്രൂരതകൾ വിശദമായി വിവരിച്ചു. തന്റെ മകളുടെ യാതനകൾ കേട്ട ആ മാതാപിതാക്കൾ അങ്ങേയറ്റം ദുഃഖിതരായി. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എപ്പിസോഡ് 21 അവസാനിക്കുന്നു. അൽക്ക മാമിന്റെ പരോപകാര ഗുണത്തെ ഈ എപ്പിസോഡ് മനോഹരമായി ചിത്രീകരിക്കുന്നു. ജലന്ധറിൽ നടന്ന ആ വൈകാരിക രംഗം കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. റാഷീലിന്റെ മാതാപിതാക്കൾക്ക് സത്യം മനസ്സിലായി. പക്ഷേ അൽക്ക മാം എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന രഹസ്യം ഇപ്പോഴും ബാക്കിയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. എപ്പിസോഡ് 21 സമാപ്തം. എപ്പിസോഡ് 23. നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ രാത്രി അൽക്ക മാം ജലന്ധറിൽ റാഷീലിന്റെ മാതാപിതാക്കൾക്ക് അവൾ അനുഭവിച്ച യാതനകളുടെ കഥ വിവരിച്ചു. ഇന്ന് ഒരു അമ്മയുടെയും അച്ഛന്റെയും ആഴത്തിലുള്ള പശ്ചാത്താപം നിങ്ങൾ കേൾക്കും. റാഷീലിന്റെ അമ്മ ഹർബിന്ദർ തന്റെ കുറ്റബോധം വെളിപ്പെടുത്തുന്നു. ഇതിനെല്ലാം കാരണം ഞാൻ മാത്രമാണ്. ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ അവളെ ഈ ക്രൂരതയിൽ നിന്ന് തടഞ്ഞേനെ. കൂടാതെ അച്ഛൻ ഹർഭജന്റെ ദേഷ്യവും പുറത്തുവരുന്നു. ദേഷ്യത്തിൽ അദ്ദേഹം ഹർബിന്ദറിനെ എങ്ങനെ ഉപദ്രവിച്ചുവെന്നും കുടുംബം മുഴുവൻ റാഷീലിനെ മരിച്ചു എന്ന് കരുതി എങ്ങനെ മറന്നുവെന്നും ഇന്ന് നിങ്ങൾ കേൾക്കും. നിങ്ങൾ കേൾക്കും അൽക്ക മാമിന്റെ ശാന്തമായ നയതന്ത്രം. അവർ ഹർബിന്ദറിന്റെ കുറ്റബോധം അകറ്റുകയും റാഷീലിന്റെ ഇപ്പോഴത്തെ മനോഹരമായ ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് രണ്ടുപേരും അത്ഭുതപ്പെടുന്നു. ഹർഭജന്റെ ആത്മപരിശോധന. അദ്ദേഹം റാഷീലിനോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം തന്റെ ദേഷ്യവും അവഗണനയുമാണ് തന്റെ പ്രിയപ്പെട്ട മകൾ 1 വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെപ്പോലെ പീഡനങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കിയതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അൽക്ക മാമിന്റെ അവസാന വാഗ്ദാനം. സമയം വരുമ്പോൾ
റാഷീലിനെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ എത്തിക്കും. അവളെ കണ്ടാൽ പിന്നെ ആർക്കും ഒന്നിനെക്കുറിച്ചും പരാതി ഉണ്ടാകില്ല. എന്നാൽ ഹർഭജനോട് എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് അൽക്കമാം എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തായിരിക്കും അത്? ക്ഷമ, പ്രായശ്ചിത്തം, അൽക്കമാമിന്റെ അവസാനത്തെ വലിയ പദ്ധതി. പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 22. അമ്മയുടെ കുറ്റബോധവും അച്ഛന്റെ പശ്ചാത്താപവും. അവസാന രഹസ്യത്തിനായുള്ള കാത്തിരിപ്പ്. എങ്ങനെയൊക്കെയോ രണ്ടുപേരും തങ്ങളുടെ ദേഷ്യവും മാനസിക വേദനയും നിയന്ത്രിച്ചു. ഹർഭജൻ കരച്ചിൽ നിർത്തിയെങ്കിലും ഹർബിന്ദർ അപ്പോഴും ഇങ്ങിക്കറിയുകയായിരുന്നു. ഇതിനെല്ലാം ദോഷി ഞാൻ മാത്രമാണ്. റാഷീൽ എന്നോട് ആ വ്യക്തിയുടെ പേരും അവന്റെ പ്രണയവും പറഞ്ഞിരുന്നു. വീട്ടിൽ ആ പേര് കേട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ബഹളങ്ങളെക്കുറിച്ചുള്ള ഭയാനകമായ ഓർമ്മകൾ കാരണം ഞാൻ ആ രഹസ്യം എന്നിൽ തന്നെ ഒളിപ്പിച്ചു. അവനെ മറക്കാൻ ഞാൻ അവളെ താക്കീത് ചെയ്യുകയും ചെയ്തു. അവൾ എന്നെ വിശ്വസിപ്പിച്ച് കള്ളം പറഞ്ഞു. നേരത്തെ ഞാൻ ഇത് ഹർഭജനോടോ റാഷീലിന്റെ സഹോദരന്മാരോടോ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ അവളെ ഈ ക്രൂരതയിൽ നിന്ന് തടഞ്ഞേനെ. ഹർബിന്ദർ തേങ്ങലോട് പറഞ്ഞു. നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അത് റാഷീലിന്റെ അപ്പോഴത്തെ വിധി മാത്രമായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ആരായാലും ഇതുതന്നെ ചെയ്തേനെ. സ്വന്തം മകൾ വീട്ടുകാരുടെ കൈകൊണ്ട് തല്ലുകൊള്ളുന്നത് കാണാൻ ഏത് അമ്മക്കാണ് ധൈര്യമുണ്ടാവുക? എങ്കിലും എനിക്ക് ഒന്നറിയണം, റാഷീലിനെ കാണാതായപ്പോൾ നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നോ ഇല്ലയോ? അൽക്കമാം ചോദിച്ചു. റാഷീൽ വീട്ടിൽ നിന്ന് കാണാതായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹർബിന്ദർ എന്നോട് സത്യമെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ദേഷ്യത്തിൽ ഞാൻ അവളെ ശരിക്കും ഉപദ്രവിച്ചു. അവളുടെ കൈയിന്റെ എല്ല് പൊട്ടുന്നത്ര ക്രൂരമായി. അന്ന് ആ ദേഷ്യത്തിലാണ് റാഷീൽ ഒളിച്ചോടിയ കാര്യം ഞാൻ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞത്. അതോടെ എല്ലാവർക്കും അവളോട് ദേഷ്യവും സങ്കടവുമായി. പണ്ട് വിഭജനകാലത്ത് പെൺമക്കളെ നഷ്ടപ്പെട്ടതുപോലെ ഈ തലമുറയിലെ മകളെ ഇന്ത്യയിൽ വെച്ച് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചു. അതുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടുകയോ അന്വേഷിക്കുകയോ ചെയ്യാതിരുന്നത്. ഹർഭജൻ അക്കാലത്തെ സാഹചര്യം വിവരിച്ചു. റാഷീലിന്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറ്റുമോ? ഹർഭജൻ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൾ ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ സുന്ദരിയായിരിക്കുന്നു. നിങ്ങൾ അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര മാറ്റം അവൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൽക്കമാം ഫോട്ടോകൾ കാണിച്ചുകൊടുത്തു. റാഷീൽ മുടിമുറിച്ചോ? എനിക്ക് തിരിച്ചറിയാനേ പറ്റുന്നില്ല. ഒരു 16-കാരി പെൺകുട്ടിയെപ്പോലെയുണ്ട്, ഹർബിന്ദർ അത്ഭുതത്തോടെ പറഞ്ഞു. അവൾ ഞങ്ങളുടെ ഒരേയൊരു മകളായിരുന്നു. വളരെയധികം ലാളനയോടെയാണ് ഞങ്ങൾ അവളെ വളർത്തിയത്. വീട്ടിൽ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാവരും നടത്തിക്കൊടുക്കുമായിരുന്നു. എന്നിട്ടും അവൾ വീടുവിട്ടു പോയപ്പോൾ ഞങ്ങൾ അവളെ അന്വേഷിക്കാൻ ശ്രമിച്ചില്ല. അഭിമാനത്തിന്റെ പേരിൽ അവൾ ഞങ്ങൾക്ക് മരിച്ചെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ അനുഭവിച്ച ആ ക്രൂരപീഡനങ്ങളിൽ നിന്ന് അവളെ രക്ഷിക്കാമായിരുന്നു. ഞങ്ങളുടെ മകളുടെ ഈ അവസ്ഥയ്ക്ക് ഞങ്ങളുടെ ദേഷ്യവും അവഗണനയുമാണ് കാരണം. ഇതിന് ഞങ്ങൾ അവളോട് മാപ്പ് ചോദിക്കണം. ഹർഭജൻ കുറ്റസമ്മതം നടത്തി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എപ്പിസോഡ് 22 അവസാനിക്കുന്നു. റാഷീലിന്റെ മാതാപിതാക്കളുടെ ആഴത്തിലുള്ള പശ്ചാത്താപത്തെയും അൽക്കമാമിന്റെ ദീർഘവീക്ഷണത്തെയും ഈ ഭാഗം വൈകാരികമായി ചിത്രീകരിക്കുന്നു. അൽക്കമാം ചെയ്യാൻ പോകുന്ന ആ അവസാന ജോലി എന്താണെന്ന രഹസ്യം കഥയിലെ ആകാംക്ഷ നിലനിർത്തുന്നു. അവസാന എപ്പിസോഡിനായി കാത്തിരിക്കുക. എപ്പിസോഡ് 22 സമാപ്തം. എപ്പിസോഡ് 23. നമസ്കാരം, നിങ്ങൾ ശ്രവിക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ റാഷീലിന്റെ മാതാപിതാക്കൾ വികാരാധീനരായിരുന്നു. അൽക്കമാം അവർക്ക് ഒരു വാഗ്ദാനം നൽകി, റാഷീലിനെ ഉടൻ തന്നെ അന്തസ്സോടെ തിരികെ കൊണ്ടുവരുമെന്ന്. ഇന്ന് അൽക്കമാമിന്റെ ഏറ്റവും രഹസ്യവും സങ്കീർണവുമായ തന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കും. റാഷീലിന്റെ ഭൂതകാലം മറച്ചുവെച്ച് തന്റെ അനന്തരവൻ പരാഗുമായി അവളുടെ വിവാഹം എങ്ങനെ നടത്താമെന്ന് അവർ വിവരിക്കുന്നു. പരാഗിനെയും റാഷീലിനെയും ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് അൽക്കമാം വെളിപ്പെടുത്തി. എന്നാൽ വലിയ ചോദ്യം ഇതാണ്, റാഷീലിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷവും പരാഗ് അവളെ സ്വീകരിക്കുമോ? അൽക്കമാമിന്റെ ആഴത്തിലുള്ള നിരീക്ഷണം നിങ്ങൾ കേൾക്കും. അമേരിക്കൻ സമൂഹം നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂതകാലത്തിൽ മറ്റു ബന്ധങ്ങളുണ്ടായിരുന്നവരെ പോലും അവർ പങ്കാളികളായി സ്വീകരിക്കും. അവർക്ക് പ്രധാനം ദാമ്പത്യ ജീവിതത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നു എന്നതാണ്. മാമിന്റെ തന്ത്രം. രഹസ്യവലയം. അവർ റാഷീലിന്റെ ഭൂതകാലം പരാഗിനും തന്റെ ഇളയ അനന്തരവനും മാത്രം വെളിപ്പെടുത്തും. മാതാപിതാക്കളിൽ നിന്ന് രഹസ്യമായി. പരാഗിന്റെ മാതാപിതാക്കളോട് ഈ കാര്യം പറയില്ല. കാരണം അവരുടെ പരമ്പരാഗത ചിന്താഗതികൾ കുടുംബത്തിൽ കലഹത്തിന് കാരണമായേക്കാം. പുതിയ കഥ. റാഷീൽ ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടിയതല്ല, മറിച്ച് ജോലി ചെയ്യണമെന്ന വാശിയാൽ വീട് വിട്ടിറങ്ങിയതാണെന്ന് അവളുടെ കുടുംബാംഗങ്ങളോട് പറയപ്പെടും. എന്നാൽ അവസാനത്തെ ഒരു തടസ്സം കൂടി ബാക്കിയുണ്ട്, അൽക്കമാം പറയുന്നു. റാഷീൽ അനുഭവിച്ച കൈപ്പേറിയ പാഠങ്ങൾ കാരണം അവൾ ഇപ്പോൾ പുരുഷന്മാരെ ഒട്ടും വിശ്വസിക്കുന്നില്ല. അവളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്.
ഹർബിന്ദറിന്റെ വിശ്വാസം ശരിയാകുമോ? അവൾക്ക് നിങ്ങൾ ഗുരു സാഹിബിനേക്കാൾ കുറഞ്ഞവരല്ല. നിങ്ങളുടെ വാക്ക് അവൾ തള്ളിക്കളയില്ല. തന്ത്രജ്ഞത, ആവശ്യമായ രഹസ്യം, ഒരു പുതിയ ഭാവി. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 23 അൽക്കമാമിന്റെ അവസാന തന്ത്രം, സത്യവും നുണയും, അമേരിക്കൻ സമൂഹവും. എനിക്ക് എന്റെ സഹോദരനെയും അനന്തരവൻ പരാഗിനെയും രാഷീലുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അതുപോലെ രാഷീലിനെയും വിവാഹത്തിന് തയ്യാറാക്കണം. അൽക്കമാം തന്റെ പദ്ധതി വിവരിച്ചു. രാശിയിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിനു ശേഷം നിങ്ങളുടെ കുടുംബം, പ്രത്യേകിച്ച് പരാഗ്, അവളെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ തയ്യാറാണെങ്കിൽ പോലും വിവാഹകാര്യത്തിൽ രാശീലിന് എന്ത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും? ഹർഭജൻ സംശയത്തോടെ ചോദിച്ചു. രാഷീലിനു മുൻപ് വിവാഹം കഴിഞ്ഞ കാര്യം മറച്ചുവെച്ച് അവരെ സമ്മതിപ്പിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അൽക്ക സംസാരിക്കുന്നതിനു മുൻപേ ഹർബിന്ദർ ചോദിച്ചു. ഈ കാര്യത്തിൽ കുറച്ച് സത്യം പറയണം, കുറച്ച് മറച്ചുവെക്കണം. ഇല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അശാന്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അൽക്കമാം തന്റെ തന്ത്രം വെളിപ്പെടുത്തി. രാഷീലിന്റെ വിവാഹം അമേരിക്കയിൽ വെച്ച് നടക്കും. അവൾ അവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെയുള്ളവർക്കോ അവിടെയുള്ളവർക്കോ അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാൻ വഴിയില്ല. അതുകൊണ്ട് ചിലർക്ക് മാത്രം സത്യം പറഞ്ഞ് മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ നീങ്ങുന്നതാണ് നല്ലത്, അൽക്കമാം വ്യക്തമാക്കി. പരാഗിനും എന്റെ ഇളയ അനന്തരവനും മാത്രം ഈ കൈപ്പേറിയ സത്യം പറയുന്നത് തന്നെയാണ് സുരക്ഷിതം. പരാഗ് തന്റെ ജീവിതകാലം മുഴുവൻ അവളോടൊപ്പം കഴിയേണ്ടവനാണ്. അതിനാൽ അവനെ ഇരുട്ടിൽ നിർത്തുന്നത് ശരിയല്ല, അവർ വിവരിച്ചു. ഭൂതകാലം അറിഞ്ഞതിനു ശേഷവും അവൻ വിവാഹത്തിന് സമ്മതിക്കുമോ? ഹർഭജൻ അത്ഭുതപ്പെട്ടു. നോക്കൂ ഹർഭജൻജി, അമേരിക്കൻ സമൂഹം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ വിവാഹമോചനങ്ങൾ സാധാരണമാണ്. മുൻപ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരെ അവർ പങ്കാളികളായി സ്വീകരിക്കും. അവർക്ക് പ്രധാനം വിവാഹശേഷം പങ്കാളി എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നു എന്നതാണ്. പരാഗും അതേ സമൂഹത്തിലായതുകൊണ്ട് രാശിയിൽ അനുഭവിച്ച ദുരിതങ്ങൾ കണ്ട് അവൻ വിവാഹം നിരസിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അൽക്ക പറഞ്ഞു. പരാഗിന്റെ മാതാപിതാക്കളോട് ഈ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അവർ അമേരിക്കയിലാണെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിൽ വളർന്നവരാണ്. അതിനാൽ അവരുടെ ചിന്താഗതികൾ വ്യത്യസ്തമായിരിക്കാം. വീട്ടിൽ രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് കലഹത്തിന് വഴിമാറാം, അൽക്കമാം പറഞ്ഞു. രാശിയിൽ ആരുടെ കൂടെയും ഒളിച്ചോടിയതല്ല, മറിച്ച് ജോലി ചെയ്യാനുള്ള ആഗ്രഹത്താൽ പോയതാണെന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയാം. ഇപ്പോഴത്തെ രാശീലിനെ കണ്ടാൽ ആരും അത് വിശ്വസിക്കും. തൽക്കാലം നമ്മൾ കണ്ട കാര്യവും രഹസ്യമായി വെക്കുക, അൽക്ക ഉപദേശിച്ചു. പക്ഷേ രാശിയിലാണ് പ്രശ്നം. അവൾ ഇപ്പോൾ പുരുഷന്മാരെ ഒട്ടും വിശ്വസിക്കുന്നില്ല. ഞാൻ വിവാഹം കഴിക്കാതെ കഴിയുന്നത് കണ്ട് അവളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. അവളെ സമ്മതിപ്പിക്കുക എന്നതാണ് എനിക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി, അൽക്ക തന്റെ ആശങ്ക പങ്കുവച്ചു. അവൾ ശാഠ്യമുള്ളവളാകാം, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അവളുടെ ചിന്ത മറ്റൊന്നാണ്. അവൾക്ക് നിങ്ങൾ ഗുരു സാഹിബിനെപ്പോലെയാണ്. നിങ്ങളുടെ വാക്ക് അവൾ തള്ളിക്കളയില്ല, ഹർബിന്ദർ നന്ദിയോടെ പറഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എപ്പിസോഡ് 23 അവസാനിക്കുന്നു. അൽക്കമാമിന്റെ തന്ത്രജ്ഞതയും രാഷീലിന്റെ ഭാവിക്കായി അവർ നടത്തുന്ന ശ്രമങ്ങളും ഈ എപ്പിസോഡിൽ വ്യക്തമായി കാണാം. രാഷീലിന്റെ കഥ ഒരു വഴിത്തിരിവിലെത്തി. എന്നാൽ അൽക്കമാം എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതെ തുടരുന്നത്? ആ വലിയ രഹസ്യം എന്താണ്? അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. എപ്പിസോഡ് 23 സമാപ്തം.